34 സങ്കീർത്തനം അതിൻ്റെ 8 വാക്യം. യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിവിൻ. യഹോവയെ രുചിച്ചറിയുക. ദൈവത്തെ ആഴമായി അറിയുകയും ദൈവത്തെ ആഴമായി മനസ്സിലാക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ദാവീദ്. ദാവീദിൻ്റെ സങ്കീർത്തനങ്ങൾ എല്ലാം തന്നെ യഹോവയെക്കുറിച്ച് വർണ്ണിക്കുന്നതും ദൈവത്തിൻ്റെ പ്രവർത്തികളെക്കുറിച്ച് വർണ്ണിക്കുന്നതും തൻ്റെ അനുഭവങ്ങളിൽ ദൈവം എപ്രകാരമായിരുന്നു എന്നൊക്കെ വിളിച്ചു പറയുന്ന സങ്കീർത്തനങ്ങളാണ് ദാവീദ് എഴുതിയ സങ്കീർത്തനങ്ങൾ എല്ലാം. ഇവിടെ ദാവീദ് പറയും, യഹോവയെ രുചിച്ചറിയണം. ഓ ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ്. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ. ദാവീദ് യഹോവയെ രുചിച്ചറിഞ്ഞിട്ടുണ്ട്. ആ രുചി അറിഞ്ഞ ദാവീദാ നമ്മളോട് പറയുന്നത്, നിങ്ങൾ യഹോവയെ രുചിച്ചറിയണമെന്നൊരു പ്രഖ്യാപനം, ഒരു കൽപ്പന, ഒരു പ്രബോധനം അവിടെ നടത്തുന്നത്. ഞാൻ അറിഞ്ഞിട്ടുണ്ട്, നിങ്ങളും അറിയുക. യഹോവയെ രുചിച്ചറിയുക. ഈ ഒരു വേദഭാഗം ധ്യാനിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യമാണ്, നമ്മൾ രുചി നോക്കുന്നത്, രുചിച്ചറിയുന്നതൊക്കെ നമ്മൾ ഭക്ഷണ സാധനങ്ങളാണ്. രുചി ഒരുവൻ്റെ സ്വന്തമായൊരു എക്സ്പീരിയൻസാണ്, അവൻ്റെ സ്വന്തമായ അനുഭവമാണ്. ഒരു ഭക്ഷണം ഒരാൾ കഴിച്ചതിന് ശേഷം നമ്മളോട് ആ ഭക്ഷണം വളരെ രുചികരമാണ്, വളരെ ടേസ്റ്റിയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ രുചി കിട്ടണമെന്നില്ല. അത് ആ വ്യക്തിയുടെ ഒരു അനുഭവമാണ്. ശരിയാണ്, ആ ഭക്ഷണം അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു, വളരെ രുചികരമായിരുന്നു. ഈ കാര്യം നമ്മളോട് പറയുമ്പോൾ നമുക്കും അതിനെക്കുറിച്ചൊരു അഭിപ്രായം ഉണ്ടാകും. ശരിയാണ്, ഇന്നയാൾ എന്നോട് പറഞ്ഞു ആ ഭക്ഷണം നല്ലതാണ്. പക്ഷേ എനിക്കൊരു സ്വന്തം അനുഭവമില്ലാതെ എനിക്കത് എൻ്റെ ഹൃദയത്തിൽ നിന്നൊരിക്കലും അത് പറയാൻ പറ്റത്തില്ല. പലരുടെയും ആത്മീയ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഈ വചനം വെളിപ്പെടുത്തുന്നത്. പലരും പറഞ്ഞു കേട്ടുള്ള, മറ്റുള്ളവർ പറഞ്ഞു കേട്ടുള്ള അറിവാണ് പലർക്കും ഉള്ളത്. മറ്റു പലർക്കും കിട്ടിയ വിടുതലുകൾ, മറ്റു പലർക്കും കിട്ടിയ സൗഖ്യങ്ങൾ, മറ്റു പലർക്കും കിട്ടിയ അനുഗ്രഹങ്ങൾ, അല്ലെങ്കിൽ മറ്റു പലരും വചനത്തിൽ നിന്ന് വായിക്കുന്ന മർമ്മങ്ങൾ, ഇങ്ങനെ ഉള്ള മറ്റുള്ളവരുടെ അനുഭവങ്ങൾ കേട്ട് അതുമായി ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് ഭൂരിഭാഗം ആൾക്കാരും. എന്നാൽ ഈ വചനം വെളിപ്പെടുത്തുക, നീ സ്വന്തമായി ഒന്ന് ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യണം, നീ സ്വന്തമായി ഒന്ന് ദൈവത്തെ രുചിച്ചറിയണം. ഇതിനൊരാഗ്രഹമാണ് വേണ്ടത്. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും എനിക്കും അവരറിഞ്ഞതുപോലെ അറിയുവാനായിട്ടൊരു വാഞ്ച, ഒരു ആഗ്രഹമാണ് വേണ്ടത്. ആരൊക്കെ എന്തൊക്കെ ഒരു ഭക്ഷണത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞാലും ഞാൻ ചെന്ന് ആ ഭക്ഷണം എൻ്റെ നാവിൽ വെക്കാതെ ഒരിക്കലും ആ ഭക്ഷണത്തെക്കുറിച്ച് എനിക്ക് സ്വന്തമായൊരു അഭിപ്രായം ഉണ്ടാകില്ല. അല്ലെങ്കിൽ യഥാർത്ഥമായി എനിക്ക് ടേസ്റ്റിയാകാതെ, രുചികരമാകാതെ വ്യക്തമായൊരു അഭിപ്രായം ആ ഭക്ഷണത്തെക്കുറിച്ച് എനിക്കുണ്ടാകുകയില്ല. ഞാൻ നാവിൽ വെച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ മനസ്സിലാക്കുകയുള്ളൂ ആ ഭക്ഷണം യഥാർത്ഥത്തിൽ എങ്ങനെയാണെന്ന്. എന്ന് വെച്ചാൽ ഇത് എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് ആണ്, എൻ്റെ സ്വന്തം അനുഭവമാണ്. അങ്ങനെ ഒരു സ്വയ എക്സ്പീരിയൻസ് ഉള്ള ഞാൻ ആ ഭക്ഷണം കൊള്ളില്ലെന്ന് ആര് പറഞ്ഞാലും ഞാൻ അവരോട് എതിർക്കും. കാരണം ഞാൻ പറയും, അങ്ങനെ അല്ല, ഞാനത് രുചിച്ചു നോക്കിയതാ, എനിക്ക് അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന്, അതിൻ്റെ രുചി എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ആരെന്താ ഭക്ഷണം കൊള്ളില്ലെന്ന് പറഞ്ഞാലും ഞാൻ അവർക്കെതിരെ വാദിക്കും. ആമേൻ. ദാവീദ് ചോദിക്കുക, നീ യഹോവയെ രുചിച്ചറിഞ്ഞിട്ടുണ്ടോ? നീ യഹോവയെ രുചിച്ചറിയണം. എങ്ങനെയാ? യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം. യഹോവയുടെ നന്മയുടെ രുചിയെ നീ അറിഞ്ഞിട്ടുണ്ടോ?
ദാവീദിൻ്റെ ജീവിതം പരിശോധിച്ചാൽ ദാവീദിൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും യഹോവയുടെ ഈ നന്മ വെളിപ്പെട്ടു. എന്ന് വെച്ചാൽ പ്രശ്നമില്ലെന്നല്ല, പ്രതികൂലമില്ലെന്നല്ല, പക്ഷെ ഒരു പ്രശ്നം വന്നപ്പോഴും അതിനെ ഉപരിയായി ഒരു രുചിയുടെ, ഒരു നന്മയുടെ അനുഗ്രഹം ദാവീദിൻ്റെ ജീവിതത്തിൽ. വീട്ടുകാരാൽ ഒറ്റപ്പെട്ട് കാട്ടിൽ ആടുകളെ മേച്ച് നടന്നവനെ ഭവനത്തിലേക്ക് വന്ന ശമൂവേൽ പ്രവാചകൻ്റെ അഭിഷേകം ദാവീദിൻ്റെ തലയിലേക്കാണ് വീഴുവാൻ യഹോവ ഇടയാക്കിയത്. ഇസ്രായേലിൻ്റെ രാജാവായി ഒരു ആട്ടിടനെ കൊണ്ടുപോയി നിർത്തിയത് ആമേൻ ആ അഭിഷേകത്തിൻ്റെ രുചിയെ ഇവൻ അറിഞ്ഞതുകൊണ്ടാണ്, ദൈവസ്നേഹത്തിൻ്റെ രുചിയെ അറിഞ്ഞതുകൊണ്ടാണ്. പിന്നീടുള്ള ദാവീദിൻ്റെ ഓരോ ജീവിതത്തിലും ഓരോ പ്രതികൂലങ്ങളിലും ശൗല് തന്നെ ഉപദ്രവിക്കാൻ വന്നപ്പോഴും താൻ രാജാവായതിനു ശേഷവുമുള്ള സംഭവങ്ങളിലുമെല്ലാം യഹോവ ദാവീദിനോട് കൂടെ നിൽക്കുന്നത് കാണാം. രുചിച്ചറിഞ്ഞ് യഥാർത്ഥമായ ദൈവത്തിൻ്റെ ഹൃദയത്തെ അറിഞ്ഞവനോടുകൂടി ദൈവം നിൽക്കുന്നു. ദാവീദിനെക്കുറിച്ച് പറയുന്നത് യഹോവയുടെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ്. അങ്ങനെ യഹോവയുടെ നന്മയെ രുചിച്ചറിഞ്ഞ വ്യക്തിയാണ് ദാവീദ്. ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ചില അനുഭവങ്ങൾ, യഹോവ നല്ലവനാണെന്ന് രുചിച്ചറിയത്തക്ക നിലയിലുള്ള ചില അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കട്ടെ. ജീവിതത്തിലെ കയ്പിനെ മാറായെ മാറ്റി മധുരമാക്കുന്ന ഒരു ദൈവപ്രവർത്തിക്കായി ഇന്ന് പകൽക്കാലം ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏറ്റവും രുചികരവും ശ്രേഷ്ഠകരവുമായ ഒരു വീഞ്ഞിനെ കാനാവിലെ കല്യാണ വീട്ടിൽ വിരുന്നുവാഴി രുചിച്ചു നോക്കി മണവാളനെ വിളിച്ച പോലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതികൂലത്തിൻ്റെ നടുവിൽ മധുരകരമായ ചില അവസ്ഥകൾ ഉണ്ടായി വരട്ടെ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുന്ന നിലയിൽ അത് സ്വയം അറിഞ്ഞ് ആ രുചിയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയത്തക്ക നിലയിൽ ചില പേഴ്സണൽ എക്സ്പീരിയൻസുകൾ, സ്വയമായുള്ള ചില അനുഭവങ്ങൾ ചില വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. നല്ലവനെന്ന് രുചിച്ചറിയത്തക്ക നിലയിൽ ഇത് പഠിച്ച രുചിയല്ല. ഒരു ഭക്ഷണത്തെക്കുറിച്ച് ഞാൻ പഠിച്ചതല്ല, ഞാൻ അനുഭവിച്ചറിഞ്ഞതാ മറ്റുള്ളവരോട് സംസാരിക്കുന്നത്. ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതുവരെ ഉള്ള ജീവിത അനുഭവത്തിൽ കയ്പിൻ്റെ അനുഭവങ്ങൾ മാറട്ടെ. ഒരു രുചികരമായി യഹോവ നല്ലവനാണ്, എൻ്റെ ജീവിതത്തിൽ അവൻ നന്മ പ്രവർത്തിച്ചുവെന്ന് മറ്റുള്ളവരോട് വിളിച്ചു പറയത്തക്ക നിലയിൽ ചില നന്മകളുടെ വാതിലുകൾ നിങ്ങൾക്കായി തുറക്കട്ടെ. ഈ വചനങ്ങളാൽ സ്വർഗത്തിലെ ദൈവം താൻ നല്ലവനെന്ന് രുചിച്ചറിയത്തക്ക നിലയിൽ ചില അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.